നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓഫ് റോഡ് ഹിസ്റ്ററി മ്യൂസിയം എന്ന് മദാമിൽ പ്രവർത്തിക്കുന്ന ഒരു മ്യൂസിയമാണ്. അപ്പോൾ അതിലെ കുറച്ച് വണ്ടികളുടെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അല്ല തമ്പി, എപ്പോഴും ഇരിക്കും വണ്ടിയെല്ലാം? വണ്ടിയെല്ലാം അടിപൊളി വണ്ടി. അപ്പോൾ നമ്മൾ വെറൈറ്റി വണ്ടികളെ പറ്റി ചർച്ച ചെയ്യുന്നതായിരിക്കും. 3 പേര് നിൽക്കില്ല, എന്താണ് ഹൈറ്റ് ഇരിക്കും വണ്ടി. അപ്പോൾ മൂവിങ് ടു ദ വീഡിയോ. ഓ തമ്പി ഭയങ്കര ചൂടുണ്ടല്ലോടാ. അപ്പോൾ നമ്മ ഇവിടെ എത്തി. ഇതാണ് മ്യൂസിയം, ഓഫ് റോഡ് മ്യൂസിയം. ഇനി കാണാൻ പോണത് ഇത് വേൾഡ് ലാർജസ്റ്റ് ഹമ്മർ എന്നൊക്കെ പറയാം. ഇതാണ് ഏറ്റവും വേൾഡ് ലാർജസ്റ്റ് ഹമ്മർ. ഭയങ്കര പൊടിക്കാറ്റാണ്, നിൽക്കാൻ പറ്റില്ല. ചൂടും കാറ്റും നിൽക്കാൻ പറ്റില്ല. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടയർ, ഈ ഹമ്മറിൻ്റെ ടയർ. എന്ത് ഹൈറ്റാണുള്ളത്? 12 അടി കുറേ അതുണ്ടാവും. ഹമ്മർ വണ്ടി വേറെ ആറോ? ഇത് ഓടുന്നാണെന്ന് അറിയില്ല. ഇത് മിനിയേച്ചർ ഓയിലൊക്കെ ഉണ്ട്, ഫ്യൂൽ പമ്പ്. ഒരു ഷോയ്ക്ക് വേണ്ടി ഈ ഹമ്മറിന്റെ ഫ്യൂൽ ഫിൽറ്റർ. സസ്പെൻഷനൊക്കെ ഹൈറ്റ്, ഭയങ്കര സസ്പെൻഷൻ. വിൻഡ് മില്ലിന്റെ ഇത് മാതിരിയില്ല, ഓയിൽ സസ്പെൻഷൻ ആണ്. പ്രഷർ ഗേജ് മെഷീനൊക്കെ ഉണ്ട്. വാച്ച്മാനിന്റെ പാക്കതായിരുന്നു നമ്മളെ. ഫ്യൂൽ ടാങ്ക്. ഇതാണ് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ്. ഈ മ്യൂസിയത്തിൽ ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ 55 രൂപ കൊടുക്കണം. ഇപ്പം നമ്മളടുത്ത് ഇല്ലാത്ത കാരണം നമ്മൾ ഉള്ളിൽ കയറുന്നില്ല, പുറത്തുള്ള വീഡിയോ എടുക്കാമെന്ന് വെച്ചിരിക്കുന്നത്. ഉള്ളിലും കുറേ വണ്ടികളുണ്ട് കേട്ടോ. ഉള്ളിൽ കയറണമെങ്കിൽ പൈസ കൊടുക്കണം. പിന്നെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ജീപ്പിൻ്റെ ജീപ്പ്. ഇത് വെറുതെ കാണാൻ വേണ്ടിയിട്ട്, ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത് ഓടുന്ന വണ്ടിയൊന്നുമല്ല, അതൊരു മ്യൂസിയമായിട്ട് പ്രവർത്തിക്കുന്ന കാരണം വെച്ചിട്ടുള്ളതെന്ന് മാത്രം. ഇത് ഈ ജീപ്പിൻ്റെ ഒരു വലിയ വേർഷനാണ്. ഇതിനടിയിൽ കണ്ടത് ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ശരിക്കുള്ള വേർഷൻ. ഇത് ഓടുന്ന വണ്ടി തന്നെയായിരുന്നു അല്ലേ തമ്പി? അപ്പോൾ ഇത് പണ്ട് കാലത്ത് മരുഭൂമിയിൽ കിങ്ങടാ ജീപ്പ്. ഇത് റണ്ണിങ് കണ്ടീഷനല്ല, ഇതിൻ്റെ ഒരു വലിയ വേർഷനാണ് ഇവർ ഉണ്ടാക്കി വെച്ചത്. കാണാനല്ല, കൊള്ളാം, സൂപ്പർ. ഇതിനും ഇത് ഓടുന്ന വണ്ടിയല്ല ശരിക്കും, ഇതിന് പ്ലാറ്റ്ഫോമൊക്കെ അടിച്ചുണ്ടാക്കിയതാണ്. കണ്ടോ, ഇതിൽ പാർട്സുകളൊന്നുമില്ല. മറ്റേല് ഇത് വെറുതെ വെച്ചിട്ടുള്ളൂ. ഇതിനുണ്ടോ, ഇതിന് പാർട്സ് ഒന്നുമില്ല. തമ്പി വണ്ടി സൂപ്പറല്ലോ ഓടിക്കാനായിട്ട്. പണ്ട് കാലത്ത് അറബികളൊക്കെ ഓടിച്ചിട്ട് ഇത് 4
2H 4H. ഇത് 4 ലോ ആണെന്നുണ്ടോ, മരുഭൂമിയിൽ മണ്ണി കൂടെ പോകുമ്പോഴൊക്കെ ഇല്ലടാ. അതിന് 4 ഗിയറുള്ളൂ. ഒന്ന് റിവേഴ്സ് 4 ഗിയറുള്ളൂ അതിനെ വണ്ടിക്ക്. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കാസറ്റിൻ്റെ ടൈപ്പാണ്. ഇതൊന്നും സ്വിച്ചുകളൊന്നും ഇല്ല. പിന്നെന്തിട്ടാ ബാറ്ററി ചാർജ്, ഓയില്, ഒരു സാധനം. പിന്നെ ഒരു റോട്ടർ റെസിസ്റ്റൻ്റ്, ഓഫ് റോഡ്, ടയർ, ഫാന്. പണ്ട് കാലത്ത് AC ഇല്ലല്ലോ തമ്പി. ഇത് AC ഇല്ല. എനിക്ക് ഇത് ഊരാനുള്ളടാ. ഈ സാധനം മടക്കാനുള്ളതായിരിക്കും. ഇത് കണ്ടോ, വിൻഡോ. ഇതിൽ ബാക്കിൽ മറ്റേ റെക്സിൻ ടൈപ്പ് മടക്കണുണ്ടാവായിരിക്കുമല്ലേ. ടയറൊക്കെ കൊള്ളാം, നല്ല സൂപ്പറായിട്ട്. നമുക്കിൻ്റെ മേലെ പോകും തമ്പി. വലിയൊരു സ്ട്രക്ചറിലേക്കാണ് ഇത്. ടൂറിസ്റ്റുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് പോകണമല്ല തമ്പിയ, വേറെ ഒന്നുമില്ല. റേഡിയേറ്റർ കാറ്റിന് കറങ്ങാനുള്ളത്. അടിപൊളി. അപ്പം ഇതാണ് നമ്മുടെ ജീപ്പിൻ്റെ മേലത്തെ വ്യൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത് സെറ്റാക്കാമല്ലോ. നമ്മൾ റെസ്റ്റോറൻറ്റ് ടൈപ്പ് ഇത്ര വലിയ ഇത്തിരി പൈസ ഒക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരാം. നമുക്ക് വേണമെങ്കിൽ കണ്ടോ ഇതേമാതിരി സ്ട്രക്ചർ ഉണ്ടാക്കുക. ഒരു വലിയ വണ്ടിയാണ്, ബസ്സാണ്. നാട്ടിൽ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് ബസ്സൊക്കെ അല്ലേ. നമുക്ക് നാട്ടിൽ വേണമെങ്കിൽ ഈ ടൈപ്പ് റെസ്റ്റോറൻറ്റ് ടൈപ്പ് ഉണ്ടാക്കാമല്ലോ. ഇത് ഇതേമാതിരി വലിയ വണ്ടിയാണ്, കപ്പലൊക്കെ ആക്കിയിട്ട്. കണ്ടപ്പോൾ സ്ട്രക്ചർ ഫുള്ളിങ്ങനെ കവർ ചെയ്തിട്ട് ഗ്ലാസ് ഇട്ടിട്ട് വേണമെങ്കിൽ AC വെച്ചിട്ട് കറക്റ്റ് ആക്കാമല്ലോ. നല്ല ഇടമുണ്ട്. സെറ്റപ്പ്. നല്ല ഇടമുണ്ട്. പുറത്താക്കിട്ട് സപ്ലൈ മാത്രം ചെയ്താൽ മതി. ഇതിന് മേലെ പോയി ഉള്ള നിറയെ വണ്ടിയുണ്ട്. ഷിപ്പിന്റെ ടയറിന്റെ സൈസ്. ആണോ ബോട്ടിൽ അടിപൊളി ഉള്ള ഇറങ്ങാൻ പറ്റുന്നത്. മുകളിലെ കയറാൻ പറ്റാതെ ക്ലോസ്ഡ്. ആ
ഉള്ള കാർ. ഓ അതെ. ഇത് സുറ്റി ഫുൾ അമ്യൂസിങ് ഉണ്ടോ? ഹെഡ്ലൈറ്റ് ഉണ്ട് സൈസ്. சேம் இல்லை போட்டு சேம் போட்டு முன்பு இந்த ஹிஸ்ட்ரி எந்த உண்டாமோ ஸ்கேன் மீன் எல்லாம் போட்டிருக்கில்ல. உட்டா ജാൽ ബോട്ട് കയറാൻ പറ്റില്ല. അതെ ബാക്ക് വ്യൂ. സൈഡ് അതെ. ടയറിലെ പഞ്ചർ ബോർഡൊക്കെ കുറെ നാളാവും. ടയർ തന്നെ കുറച്ച് ടയർ റബ്ബർ. സെയിം. ഇതാണിപ്പോ ആദ്യം 4-wheel ഡ്രൈവ് പറഞ്ഞത്. റെവല്യൂഷൻ ഇതാണ്. അതിന്റെ ഹിസ്റ്ററിയാ ഷേക്ക് ഉണ്ടാക്കിയതാ. ഷേക്ക് ചെക്ക് ചെയ്തിട്ടുള്ള ഫാക്ട് ഇൻക്ലൂഡിംഗ് മെയ്ഡ് ആഫ്റ്റർ
എക്സ്പീരിയൻസ് കാർ ഒറിജിനൽ കാർ മാരുതായിരിക്കും. ആ. ഹംദാൻ ഓടിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതുണ്ട്. അതിനാണ് 50 years പാർട്ടിസിപ്പേഷൻ എക്സ്പീരിയൻസ് കാർ ഫ്രം ദ കാറ്റഗറി സ്റ്റാൻഡേർഡ് മൈ ഒപ്പീനിയൻ. ആളുടെ ഹംദാൻ ആള് ഇത് ചെക്ക് ചെയ്തിട്ടുണ്ടാണ്. ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് കൊള്ളാലോ കാർ കൊള്ളാം. $10 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയല്ലോ അവിടെ തമ്പി. ഫോർഡിന്റെ ഒരു ക്യാപ്പബിലിറ്റി നോക്കിയല്ലേ റാപ്പിറ്റർ ഉള്ളത്. 10 ലക്ഷം ഓടിയ വണ്ടി. ഇതെനിക്ക് അത്ര ഇത് ക്ലിയർ ആവുമെന്ന് അറിയില്ല. അവിടെ മഴ വരുന്നില്ല റൈറ്റ് സൈഡ്. മഴക്ക് വരുന്നുണ്ട് കണ്ട മഴക്കാരുണ്ട്. നാളെ മഴ കിട്ടുന്നുണ്ട്. ഇതില് കിളികൾ കൂട് കുത്താണ്ട് ഇങ്ങനെ നെറ്റ് അടിച്ചേക്കാണ്. എത്ര കാണാൻ പറ്റുന്ന അറിയില്ല. ഇപ്പോ തമ്പി നമുക്കിപ്പം